ഗോതമ്പൊടിയും ക്യാരറ്റും വെച്ച് വളരെ ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ നല്ല സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ 1.5 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുത്തും ചെയ്യാം കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിൽ വേണം ഉണ്ടാവാനായിട്ട്, എല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം കേട്ടോ. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്ററിലാവുമ്പോൾ ഇച്ചിരിയും കൂടെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇതേ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് റെഡി ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് വലുപ്പമുള്ളത് കൊണ്ടാണ് ഓയിൽ ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 30 സെക്കൻഡ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വെക്കാം. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കുത്തി ഇളക്കി എടുക്കരുത്, അപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. മെല്ലെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ, കുറച്ച് പതിയെ നല്ല സ്നേഹത്തോടെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്, അത് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 അല്ലെങ്കിൽ 1.25 കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ അതും നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി കേക്ക് ടിന്നിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഓയിലും അതുപോലെ തന്നെ മൈദയൊക്കെ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ അത് വെക്കാറില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു പാൻ ഓൾറെഡി 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് റിങ് ഇട്ടിട്ട് നേരെ അതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് 45 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഇത് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓവനൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.